അപ്പോൾ 7 മാസം പ്രായമുള്ള കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലഞ്ച് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ്, കുറച്ച് മത്തങ്ങ, അതുപോലെ തന്നെ ഗ്രീൻ പീസ് വേവിച്ചിട്ട് അതിൻ്റെ തൊണ്ട് കളഞ്ഞതാണ്, അതും വെളുത്തുള്ളി, പിന്നെ ഒരിത്തിരി ജീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന തേങ്ങാപ്പാൽ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനായിട്ട് നമുക്ക് പാനിലേക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം. അപ്പം നെയ്യില്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ചേർക്കുകയാണ്, കുറച്ച് ചേർക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി ജീരകവും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പോ മറ്റു സ്പൈസസോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ പച്ചക്കറികൾ ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടെ ചേർക്കാം. അതിൻ്റെ തൊണ്ട് കളയണേ, തൊണ്ട് കളഞ്ഞതാണ് ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഒരു ക്യാരറ്റിൻ്റെ ഒരു പകുതി കഷ്ണവും അതുപോലെ തന്നെ ഒരു മത്തങ്ങയുടെ ഒരു ചെറിയ പീസാണ് ഞാനിതിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഗ്രീൻ പീസ് ആണെങ്കിൽ നമ്മൾ രാവിലെ വേവിക്കാനെടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നതാണ്. ഇനി ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞളും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് വെന്ത് വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വെന്ത് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങാപ്പാലില്ലേ, ആ തേങ്ങാപ്പാലൊന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ആ തേങ്ങാപ്പാലിലും കൂടെ കിടന്നൊന്ന് വെന്തതിന് ശേഷം നമുക്കത് സ്പൂണ് വെച്ചോ അല്ലെങ്കിൽ നല്ലൊരു തവി വെച്ചിട്ട് അത് നന്നായിട്ട് ഉടച്ച് കൊടുക്കാവേ. ഞാൻ ഈ ഒരു സ്പൂൺ മാറ്റിയിട്ട് വേറൊരു തവി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ച് കൊടുക്കുന്നുണ്ട് ഇത്. ഇനി ഇതിലേക്ക് നമുക്കിനി വേറൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുഞ്ഞിന് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചോറ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെന്ന്, അപ്പോൾ ആ ചോറും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുക. സ്മാഷ് ചെയ്തെടുത്തിട്ട് ഇതാ കുഞ്ഞിന് കൊടുക്കാനായിട്ടുള്ള ലഞ്ച് നമ്മളിവിടെ റെഡിയാക്കിയൊക്കെയാണ്.